വാദ്യമേള അകമ്പടിയോടെ വടക്കൻ കേരളത്തിലെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. ചരിത്രത്തിൽ ആദ്യമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് UDF പിടിച്ചെടുത്തപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാതെ CPIM ജില്ലാ നേതൃത്വം വിട്ടുനിന്നു. പാർട്ടിയിൽ തിരിച്ചെടുത്താൽ പിന്തുണ നൽകാമെന്ന് തിരുവമ്പാടി പഞ്ചായത്തിലെ കോൺഗ്രസ് വിമതൻ ജിതിൻ പല്ലാട്ട് സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസും വെട്ടിലായി. കണ്ണൂരിൽ ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന LDF BJP കൌൺസിലർമാർ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുതിച്ചു മുന്നേറിയ UDF സത്യപ്രതിജ്ഞാ ചടങ്ങും ആഘോഷമാക്കി. ജില്ലകളിലെ മുതിർന്ന നേതാക്കളെല്ലാം പങ്കെടുത്തു. ആദ്യമായി അധികാരത്തിലെത്തിയ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണാൻ കോൺഗ്രസ് MPമാരും നേതാക്കന്മാരും എത്തി. കാലാവധി പൂർത്തിയാക്കിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും CPI ജില്ലാ സെക്രട്ടറിയുമായ P. ഗവാസ് അംഗങ്ങളെ അനുമോദിച്ചു മടങ്ങി. എന്നാൽ CPIM ജില്ലാ നേതാക്കൾ വിട്ടുനിന്നു. മുതിർന്ന അംഗത്തിന്റെ അധ്യക്ഷതയിൽ ആദ്യ യോഗം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടന്നു. LDFും UDFും തുല്യ സീറ്റുകളിലെത്തിയ തിരുവമ്പാടിയിൽ പാർട്ടിയിൽ തിരിച്ചെടുത്തില്ലെങ്കിൽ പിന്തുണയില്ലെന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ് വിമതൻ ജിതിൻ പല്ലാട്ട്. അധികാരം പിടിക്കാനായി ജിതിൻ പല്ലാട്ടിനെ തിരിച്ചെടുത്താൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ മറ്റ് വിമതന്മാരെയും തിരിച്ചെടുക്കേണ്ടി വരുമെന്ന പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് നേതൃത്വം. പയ്യന്നൂരിലെ CPIM കൗൺസിലർ നിഷാദ്, തലശ്ശേരി നഗരസഭയിലെ BJP കൗൺസിലർ U. പ്രശാന്ത് എന്നിവർ ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായതിനാൽ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയില്ല. റിപ്പോർട്ടർ, കോഴിക്കോട്.